നെടുമങ്ങാട്ടെ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ കുട്ടിയെ നിരന്തരം ഉപദ്രവിച്ചിരുന്നുവെന്ന് അഷ്കറിന്റെ മൊഴി. കുട്ടിയെ ഉപദ്രവിക്കുന്നത് കണ്ടിരുന്നുവെന്ന് അമ്മ അഖില. ജീവിതത്തിന് കുട്ടി തടസ്സമാകുന്നുവെന്ന് കരുതിയെന്ന് ഇരുവരും. ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വിവരണമാണ് മൊഴികൾ. കൊല്ലപ്പെടുന്നതിന് 4-5 മാസം മുൻപ് മർദ്ദനം തുടങ്ങി. 2 കൈകൾ ഒടിഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണിട്ടെന്നാണ് മൊഴി. 2 കൈകളിൽ പൊട്ടലുണ്ടായിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോയത് 13-ാം ദിവസം. 2 കാൽവെള്ളകളിലും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു. കുട്ടി ഒരിടത്തിരിക്കാൻ വേണ്ടി ചെയ്തതെന്നാണ് അഷ്കറിന്റെ മൊഴി. മർദ്ദനമേറ്റ് പനി വന്ന കുട്ടിയുമായി മധുരയ്ക്ക് പോയി. മധുര ബസ് സ്റ്റാൻഡിലിരുന്ന് കുട്ടിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നമായി എന്നിങ്ങനെയാണ് മൊഴികൾ. ഹരിമോഹൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഹരി, ഇങ്ങനെ എണ്ണി പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. അകത്തും പുറത്തുമായി 91 മുറിവുകളുള്ള ഒരു കുഞ്ഞിനെ എങ്ങനെ കൊന്നു എന്ന് ചോദിക്കേണ്ടതില്ലല്ലോ. അത് തീർച്ചയായിട്ടും ആ കുഞ്ഞിന്റെ മുഖം നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നത് 2 കൈകൾ ഒടിഞ്ഞ നിലയിലുള്ള ചില ദൃശ്യങ്ങൾ കണ്ടിട്ടാണ്. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോഴും അത് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഇപ്പോൾ ഈ 2 പ്രതികളും, അതായത് 1-ാം പ്രതിയായിട്ടുള്ള അഷ്കറും 2-ാം പ്രതി അമ്മ അഖിലയും, 2 പേരുടെയും മൊഴിയിൽ നിന്നുള്ള വിവരങ്ങളാണ്, ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതായത് കഴിഞ്ഞ 1 മാസത്തിലെ, അതായത് ഈ മരിക്കുന്നതിന്, കൊല്ലപ്പെടുന്നതിന് 1 മാസം മുൻപുള്ള മർദ്ദനം മാത്രമായിരുന്നു ഇതെന്നുള്ള ആദ്യഘട്ട വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മൊഴിയിൽ നിന്ന് മനസ്സിലായത് കൊല്ലപ്പെടുന്നതിന് 4-5 മാസങ്ങൾക്ക് മുൻപ് തന്നെ കുഞ്ഞിനെ സ്ഥിരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നു. കൈവച്ച് ഉപദ്രവിക്കാറുണ്ടായിരുന്നു, വടിവെച്ച് അടിക്കാറുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഈ സിഗരറ്റ് ലൈറ്ററും വെച്ച് നിരന്തരം പൊള്ളിക്കാറുണ്ടായിരുന്നു എന്നുള്ള മൊഴികളാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ കാലിന്റെ അടിഭാഗത്ത്, അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ തന്നെ അത് വിശദമാക്കുന്നുണ്ട്. കാൽവെള്ളയിൽ പൊള്ളലുകൾ, നിരവധിയായിട്ടുള്ള പൊള്ളലിന്റെ പാടുകളുണ്ട്. അതിനൊക്കെ തന്നെ അഷ്കറിന്റെ മറുപടി എന്ന് പറയുന്നത് എവിടെയെങ്കിലും കൊണ്ടിരുത്തിയാൽ ആ കുഞ്ഞ് അവിടെ ഇരിക്കില്ല, അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി നടക്കും. അത് തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി. അങ്ങനെ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് സിഗരറ്റ് ലൈറ്റർ വെച്ചും നിരന്തരം പൊള്ളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള മൊഴിയാണ് അഷ്കർ നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ അഷ്കറും അഖിലയും 2 പേരും ഈ കുഞ്ഞിനെ മർദ്ദിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് അഷ്കർ മർദ്ദിക്കുന്നത് അഖില കണ്ടു, താൻ തടഞ്ഞില്ല എന്നുള്ള കാര്യം അഖില പറയുന്നു. തന്റെ ജീവിതത്തിന് ഒരു വെല്ലുവിളിയാകും കുഞ്ഞ് എന്നുള്ള ഒരു തോന്നൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം അഖിലയും പറഞ്ഞിട്ടുണ്ട്. അഷ്കറും സമാനമായിട്ടുള്ള മൊഴി തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന്റെ 2 കൈകളും ഒടിഞ്ഞ് പൊട്ടലുണ്ടായിട്ടും ആ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായില്ല. 12 ദിവസം വീട്ടിൽ ആ കുഞ്ഞിനെ വെച്ചുകൊണ്ടിരുന്നു. 13-ാം ദിവസം മാത്രമാണ് ആ കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ അടക്കമുള്ള കാര്യങ്ങളും കൂടി കുഞ്ഞിന് വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഈ നിരന്തരം മർദ്ദനം ഏറ്റുകൊണ്ടിരുന്നു. ഈ മരിക്കുന്നതിന്, കൊല്ലപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കുഞ്ഞിന് കടുത്ത പനിയായി. ആ കടുത്ത പനിയുള്ള കുഞ്ഞിനെയും കൊണ്ട് മധുരയ്ക്ക് പോകാൻ വേണ്ടി അഷ്കർ തയ്യാറെടുത്തു. ബൈക്കിൽ നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരത്ത് തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വരെ എത്തി. അവിടെ ബൈക്ക് വെച്ച് ആ കുഞ്ഞിനെയും കൊണ്ട് നേരെ മധുരയ്ക്ക് പോയി. മധുരയിൽ ചെന്നൊരു മുറിയൊന്നും എടുക്കാതെ ആ കുഞ്ഞിനെയും കൊണ്ട്, അതായത് കടുത്ത പനിയുള്ള കുഞ്ഞിനെയും കൊണ്ട് ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു.